എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായം 64 വാക്യം. മർക്കോസ് 14:64. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അവൻ മരണയോഗ്യൻ എന്ന് എല്ലാവരും വിധിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇടയൻ അടിയേറ്റു, ആടുകൾ ചിതറി. തോമസ് കാർലൈൻ ഇങ്ങനെ പറഞ്ഞു: യേശു ഇന്ന് ലോകത്തിൽ വരികയായിരുന്നെങ്കിൽ നമ്മൾ യേശുവിനെ ക്രൂരമായ കുരിശുമരണത്തിന് ഏൽപ്പിക്കുകയില്ലായിരുന്നു. മനുഷ്യർ ഇന്ന് യേശുവിനെ ഡിന്നറിന് ക്ഷണിച്ച് പരിഹാസ്യ ചോദ്യങ്ങൾ ചോദിച്ച് കളിയാക്കുകയായിരിക്കും ചെയ്യുക. മതത്തിൽ 2 സമീപനങ്ങളുണ്ട്. ഒന്ന്, മതത്തിൻ്റെ വഴിയിൽ പങ്കാളിത്തവും സഹകരണവുമാണ്. രണ്ടാമത്തേത്, യാതൊരു പങ്കാളിത്തവുമില്ലാതെ ബാൽക്കണിയിലിരുന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള നോക്കിയിരിപ്പിൻ്റെ സമീപനമാണ്. യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ കുറേനക്കാരനായ കറുത്ത വർഗക്കാരനായ ശിമയോൻ്റെ മാർഗമാണ് ഒന്ന്. മറ്റേത്, അവൻ മരണയോഗ്യനെന്ന് വിളിച്ചു പറയുന്നവരുടെ സമീപേ നോക്കി നിൽക്കുന്ന അനേക മനുഷ്യരെയും രണ്ടാമത്തെ വിഭാഗത്തിൽ നമുക്ക് കാണാം. യേശുവിനെ കുരിശിലേറ്റാൻ പങ്കുവഹിച്ച ഘടകങ്ങൾ പലതായിരുന്നു. കാൽവറിയിലെ കുരിശ് മറ്റനേക കുരിശുകളുടെ ഒരു പൂർത്തീകരണമായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അത് ഉൾക്കൊള്ളിച്ചിരുന്നു. ഒരു ഗവൺമെൻറ്, സഭ, സ്നേഹിതർ, സാധാരണ ജനം ഇവരെല്ലാം ഒരു വ്യക്തിയുടെ സംരക്ഷകരായിരിക്കേണ്ടതിന് പകരം വ്യക്തിയുടെ അന്തകരായി മാറുന്നു. യേശുവിൻ്റെ മരണത്തിൽ റോമ ഗവൺമെൻറ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഗെത്സമനയിൽ യേശുവിനെ അറസ്റ്റ് ചെയ്തത് രാത്രി 9 മണിക്കായിരിക്കാം. പിറ്റേ ദിവസം രാവിലെ 9 മണിക്കകമായി 6 പ്രാവശ്യം യേശു വിസ്തരിക്കപ്പെട്ടു എന്നത് വളരെ വിചിത്രമായ ഒരു വിസ്താരമായി തന്നെ കാണാം. ആദ്യമായി അന്നാസിൻ്റെ അരമനയിൽ വിസ്താരത്തിന് കൊണ്ടുപോയി. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, മഹാപുരോഹിത സ്ഥാനം നഷ്ടപ്പെട്ട ആളാണെങ്കിലും യെരുശലേം ദേവാലയ പ്രാന്തങ്ങളിലെ കച്ചവട കുത്തക പിടിച്ചിരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരുമകനാണ് മഹാപുരോഹിതൻ, അന്ന് മഹാപുരോഹിതനായിരുന്ന ആള്. യോഹന്നാൻ 18 അധ്യായം 13-14 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കച്ചവടത്തിൻ്റെ കൊള്ളലാഭം എടുത്തിരുന്ന സ്ഥലത്ത് ദേവാലയ ശുദ്ധീകരണം നടത്തി യേശുവിൻ്റെ പ്രവൃത്തി അന്നാസിനെ ചൊടിപ്പിച്ചിരുന്നു. യേശുവിനെ വകവരുത്താൻ കാത്തിരുന്ന അന്നാസ് ഒരവസരം നോക്കി പാർത്തു. പിന്നീട് കയ്യാഫാസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി ദൈവദൂഷണ കുറ്റം ചുമത്തുകയായിരുന്നു ലക്ഷ്യം. പിന്നീട് യേശുവിനെ സന്നദ്രീം സംഘത്തിൻ്റെ മുൻപാകെ കൊണ്ടുപോയി. യെരുശലേം ദേവാലയത്തിന് സമീപമുള്ള ഒരു ഹാളിൽ കൂടെ കേസ് വിസ്തരിക്കുകയും ഓരോരുത്തരും യാതൊരു പരപ്രേരണയും കൂടാതെ അവരവരുടെ തീരുമാനം അറിയിക്കുകയുമാണ് പതിവ്. ശിക്ഷയ്ക്ക് 2 ആളുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. സാധാരണയായി രാത്രിയിൽ സംഘം കൂടുന്ന പതിവില്ല. ഇവിടെ പതിവിനും വിപരീതമായി അവർ സമ്മേളിച്ച് തീർപ്പ് കൽപ്പിച്ചു എന്നത് വിചിത്രം. നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്ന മഹാപുരോഹിതന്റെ ചോദ്യത്തിന് അതെ, ഞാനാകുന്നു എന്നും മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾക്ക് കാണാം എന്ന യേശുവിൻ്റെ മറുപടി ദൈവദൂഷണമായി വിധിക്കപ്പെടുകയായിരുന്നു.
മതകോടതിയിൽ നിന്നും കേസ് സിവിൽ കോടതിയിലേക്ക് വിടുകയായിരുന്നു പിന്നീട് നടന്നത്. യഹൂദ്യ ഭരിക്കുന്ന ആൾ യഹൂദരുടെ മതവികാരങ്ങൾ മാനിക്കുന്ന ആളായിരിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ പീലാത്തോസിന്റെ ചില നടപടികൾ യഹൂദരെ പ്രകോപിപ്പിച്ചിരുന്നു. റോമൻ പട്ടാളത്തിന്റെ സാന്നിധ്യവും ചക്രവർത്തിയുടെ അടയാളമുള്ള കൊടിയും പട്ടണം അശുദ്ധമാക്കി എന്നവർ കരുതിയിരുന്നു. കൂടാതെ ദേവാലയത്തിലെ പണം എടുത്ത് യെരുശലേമിൽ ജലസംഭരണ സംവിധാനം ഉണ്ടാക്കാൻ ഉപയോഗിച്ചതും അവരെ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ യേശു ഒരു ഗലീലക്കാരൻ എന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് യേശുവിനെ ഗലീല ഭരിച്ചിരുന്ന ഹെരോദാവിൻ്റെ അടുക്കലേക്ക് അയക്കുകയും ചെയ്തു. ഹെരോദാവോ യേശുവിനെ വീണ്ടും പീലാത്തോസിൻ്റെ അടുക്കലേക്ക് തിരിച്ച് അയച്ചു. റോമ ഗവർണറുടെ അരമനയിൽ നാടകം അരങ്ങേറുന്നു. റോമൻ നീതി നടപ്പാക്കണം, അതേസമയം യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുകയും ചെയ്യണമെന്നതാണ് പീലാത്തോസിനെ അലട്ടുന്നത്. ചിന്താമഗ്നനായി ഉലാത്തുന്ന പീലാത്തോസ്. നമുക്കറിയാം, ഇന്ത്യയിൽ ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിൻ്റെ മനോഭാവവും ഒരുപക്ഷെങ്കിൽ ഇതുപോലെ ആയിരുന്നിരിക്കാം. ഇവിടെ പീലാത്തോസ് സ്വയം ചോദിച്ചു പോകുന്നു, ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? അത് എൻ്റെ ഭാവി അപകടത്തിലാക്കുകയില്ലെന്ന് ആര് കണ്ടു? റോമ ഗവൺമെന്റിനെയും യഹൂദരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ എങ്ങനെ എനിക്ക് കഴിയും? കൈക്കൂലി വാങ്ങുന്ന ന്യായാധിപന്മാരും ഭരണകർത്താക്കളും എവിടെ നിൽക്കുന്നു? പീലാത്തോസ് യേശുവിനോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. 1, നീ യഹൂദന്മാരുടെ രാജാവോ? 2, സത്യം എന്നാൽ എന്ത്? 3, നീ എവിടെ നിന്നാകുന്നു? ഒന്നാമത്തെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി, എൻ്റെ രാജ്യം ഐഹികമല്ല. രണ്ടാമത്, സത്യം എന്ത് എന്ന ചോദ്യത്തിന്, സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ ജനിച്ചു വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ മൂന്നാമത്തെ ചോദ്യം അപ്രസക്തമായിരിക്കുന്നു. യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്താൻ പീലാത്തോസിന് സാധ്യമല്ലാതെ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ ശേഷം ക്രൂശിക്കാൻ ജനത്തെ ഏൽപ്പിക്കുന്ന പീലാത്തോസ് മനസ്സാക്ഷി മരവിക്കപ്പെട്ടവനാണ്. ജനപ്രീതി നഷ്ടപ്പെടാതിരിക്കാൻ മനസ്സാക്ഷി വിൽക്കുന്ന ന്യായാധിപൻ. അരയിൽ ധൂമ്രവസ്ത്രം ചുറ്റി തലയിൽ മുൾക്കിരീടമണിഞ്ഞ് പുറത്തു കൊണ്ടുവന്ന യേശുവിനെ നോക്കി പീലാത്തോസ് പറയുകയാണ്, ആ മനുഷ്യനിതാ. പീലാത്തോസ് അറിയാതെ പറഞ്ഞുപോയ വാക്കിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥ മനുഷ്യനെ നിങ്ങൾക്ക് കാണണമോ? ഇവിടെ നോക്കുക, ഞാനോ അധപ്പതിച്ച മനുഷ്യൻ. എക്കെഹോം എന്ന ലാറ്റിൻ പദമാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ കർത്താവിൻ്റെ ക്രൂശിലേക്ക് കർത്താവിനെ നയിച്ച ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. എങ്കിലും ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ പശ്ചാത്തലം ഇന്നും നമ്മുടെയെല്ലാം സമൂഹത്തിൽ നടമാടുന്ന മതവിചാരങ്ങളിൽ ഒരു സത്യമായി നിലനിൽക്കുന്നു. വർത്തമാനകാല യാഥാർത്ഥ്യമായി ഇന്നും ഇതരങ്ങേറുന്നു, പുതിയ ഭാവങ്ങളിൽ, പുതിയ രൂപങ്ങളിൽ. അവിടെയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശ് നമുക്ക് വ്യത്യസ്ത നിലപാടുകൾ എടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ക്രൂശിൻ്റെ നിഴലിൽ, ആ ക്രൂശിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്കതിനെ കാണാം, ധ്യാനിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ ദിനത്തിനായി സ്തോത്രം. ലോകം മുഴുവനും
അങ്ങയുടെ മരണത്തെ ഓർക്കുകയും അങ്ങയുടെ ക്രൂശിനെ ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ ദിവസത്തിൻ്റെ പ്രഭാതം ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. വ്യത്യസ്തമായ ആവശ്യഭാരങ്ങളാൽ അലയുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും പുതിയ അനുഭവങ്ങളുടെയും വഴികളിലൂടെ നടത്തണമേ. യേശു മശീഹയുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും ആലോചനയും നാം ഏവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.